സ്ത്രീകളുടെ ശബരിമല എന്നാണ് അമ്പലത്തെ ആറ്റുകാൽ പൊങ്കാലയൊക്കെ അറിയപ്പെടുന്നത്. സ്ത്രീകളുടെ ശബരിമലയിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും ഓരോ വർഷവും പൊങ്കാലയ്ക്കായി എത്തുന്നത്. ഈ പൊങ്കാലയ്ക്ക് വരുമ്പോൾ കൃത്യമായ സുരക്ഷ ഒരുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ വീഴ്ച വരുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. പ്രത്യേകിച്ച് ഇപ്പോൾ കോഴിക്കോട് സ്വദേശിയായ ഒരു സ്ത്രീ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പൊങ്കാലയ്ക്കിടയിൽ തീ പിടിച്ച് മരണപ്പെട്ടു എന്നുള്ളത് അതൊരു ഇതുവരെ പൊങ്കാലയിൽ സംഭവിക്കാത്ത ഒരു കാര്യം ഇത്തവണ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള അതിന് വേണ്ടത്ര ജാഗ്രത സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. പ്രത്യേകിച്ച് അഗ്നിശമന സേന അതുപോലെ തന്നെ ഈ അടുപ്പുകൾ വയ്ക്കുന്നതിൽ അകലം പാലിക്കുന്ന കാര്യത്തിൽ ഒന്നും വേണ്ടത്ര ഒരു തരത്തിലുള്ള ശ്രദ്ധ കൊടുത്തിട്ടില്ല. ഇത്തവണ കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് എന്തുണ്ടായാലും അത് BJPയുടെ തലയിൽ, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരിക്കുന്നത് BJP അല്ലേ എന്നുള്ളൊരു ന്യായീകരണം ക്യാപ്സ്യൂളുകൾ ഇറക്കിക്കൊണ്ട് രക്ഷപ്പെടാമെന്നൊക്കെയാണ് കരുതിയത്. പക്ഷേ വേണ്ടിടത്ത്, പ്രത്യേകിച്ച് ഹൈന്ദവ ആചാരങ്ങൾ നടക്കുന്നിടത്ത് ഒരു വേണ്ട ശ്രദ്ധ കൊടുക്കാൻ എന്താണ് സംസ്ഥാന സർക്കാർ നിരുത്സാഹം കാണിക്കുന്നത്? അത് സർക്കാർ സംവിധാനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഈ പൊങ്കാലയുടെ നടുക്ക് നിങ്ങൾക്ക് ഒരു ഫയർ എഞ്ചിൻ കൊണ്ടുപോയി നിർത്താൻ പറ്റുമോ? ഇനി നിർത്തിയെന്ന് വെച്ചോ, എത്ര ഫയർ എഞ്ചിൻ വേണ്ടി വരും? ഇതിപ്പോൾ പൊങ്കാല ഇടുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിക്കൂടി ഏകദേശം വടക്കോട്ട് കഴക്കൂട്ടം വരെയും തെക്കോട്ട് നെയ്യാറ്റിങ്കര വരെയൊക്കെ എത്തുന്ന അവസ്ഥയാണ്. ആ പ്രദേശത്ത് അടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ തീപിടുത്തം നേരത്തെ മുതൽ ഇതൊക്കെ ഈ പൊങ്കാലയൊക്കെ തുടങ്ങുന്ന കാലത്ത് തന്നെ ഉള്ളതാണ്. തീ പടരുമെന്നൊക്കെയുള്ള പേടി. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്, മുഖാമുഖം ഇരുന്നാണ് പൊങ്കാല ഇടുന്നത്. അടുത്ത 2 റോ അങ്ങോട്ട് തിരിഞ്ഞ്, എനിക്ക് പിന്നിലിരിക്കുന്ന ആള് അടുപ്പ് കൂട്ടുന്നത് അയാളുടെ മുമ്പിലാണ്, അല്ലാതെ എൻ്റെ പുറകിലല്ല. അപ്പോൾ പുറകിൽ നിന്ന് തീ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്യപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും വർഷം സംഭവിക്കാതെ ഇതെങ്ങനെ സംഭവിച്ചു? ആരെങ്കിലും പുറകിൽ ഇങ്ങനെ ഒരു ലൈൻ ഇരുന്നോ, മുമ്പിലിരിക്കുന്ന ആളിൻ്റെ പുറകിൽ തീ കൂട്ടി അങ്ങനെ ചെയ്തോ? അങ്ങനെ ചെയ്തെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമാണ്. പക്ഷേ അതൊക്കെ നോക്കാൻ ആൾക്കാരുണ്ട്, അവിടെ വോളണ്ടിയേഴ്സ് ധാരാളമുണ്ട്, ബാക്കി സന്നദ്ധ സേവാ പ്രവർത്തകരുണ്ട്, പോലീസുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരാളിരുന്ന് പൊങ്കാല ഇടുമ്പോൾ അയാളുടെ പുറകിലിരുന്ന് പൊങ്കാല ഇടാൻ സമ്മതിക്കില്ല, തിരിഞ്ഞു വേണം ഇരിക്കാൻ. അതങ്ങനെയാണോ ഇരിക്കുന്നതെന്ന് നാട് നീളെ നോക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയേ ഇരിക്കുള്ളൂ സാമാന്യ ബുദ്ധിയുള്ള ആൾക്കാർ. പൊങ്കാല ഇടുന്ന ആൾ വേറൊരാളെ ശല്യം ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഇതൊക്കെ ദേവിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മറ്റൊരാളെ ഉപദ്രവിക്കുക എന്നൊരു അജണ്ട അതിനകത്തില്ല. അപ്പോൾ എന്നിട്ടും ഇത് സംഭവിച്ചു. സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്നുള്ളത് ഒരു ചോദ്യമാണ്. ആദ്യമായിട്ട് ഇത് സംഭവിച്ചിരിക്കുന്നു. ഫയർ എഞ്ചിൻ ഒരു പ്രായോഗിക സൊല്യൂഷനായിട്ട് ഞാൻ കാണുന്നില്ല. ഫയർ എഞ്ചിൻ ഒന്ന്, നിങ്ങൾക്ക് എണ്ണമറ്റ ഫയർ എഞ്ചിൻസ് വേണ്ടി വരും. വേറൊന്ന്, ഫയർ എഞ്ചിൻ ഇടുമ്പോൾ അത്രയും സ്ഥലത്ത് ഇവർക്ക് ഇരിക്കാൻ പറ്റില്ല, പൊങ്കാല ഇടാൻ പറ്റില്ല, സ്ഥലം പോകും. ഫയർ എഞ്ചിനിൽ നിന്ന് ഒരു 150 മീറ്റർ ദൂരെയാണ് ഒരാളുടെ സാരിയിൽ തീ പിടിച്ചു എന്ന് വെച്ചോ, അവരുടെ ഈ ഹോസ്, ഫയർ എഞ്ചിനും അവരുടെ ഫയർ മാൻ അവരുടെ പ്രവർത്തനം കണ്ടിട്ടുണ്ട്. വലിയ ഗംബൂട്ടൊക്കെ ഇട്ടിട്ട് അവർ നടന്നു പോകുന്ന സ്ഥലത്ത് ഞെരിഞ്ഞു പോകും താഴെയുള്ള സാധനങ്ങൾ. ഒരുപാട് സ്പേസ് വേണം. അതിപ്പം പെട്ടെന്ന് ആ ഹോസ് ഇങ്ങനെ വലിച്ചുകൊണ്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൽ അതിൽ തന്നെ പലർക്കും പരിക്ക് പറ്റും, ഈ ഹോസ് വലിച്ചുകൊണ്ട് അവർ ഓടുമ്പോൾ. അപ്പം അത് പ്രായോഗികമായ ഒരു സൊല്യൂഷനല്ല. ഓരോരുത്തർക്കും ഓരോ ഫയർ എക്സ്റ്റിങ്ക്വിഷർ കയ്യിൽ വേണം എന്ന് പറയാൻ പറ്റുമോ? അതും പ്രായോഗികമല്ല. ചെറിയ ഫയർ എക്സ്റ്റിങ്ക്വിഷറുണ്ട്. പൊങ്കാല ഇടുന്ന സ്ത്രീകൾ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ കരുതേണ്ടതാണ് എന്ന് പറയാൻ പറ്റില്ല. വാസ്തവത്തിൽ ഈ തീ, പൊങ്കാല അടുപ്പിലെ തീ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആളിക്കത്തുന്നൊരു തീയല്ല. കലത്തിൻ്റെ അടിയിൽ ചൂടാവണമല്ല, സൈഡിലൂടെ തീ പോയിട്ട് എന്താ കാര്യം? നമ്മളെ സാധാരണ ഒരു സ്റ്റൗവിൽ വയ്ക്കുമ്പോൾ പോലും തീ ഇങ്ങനെ ആളുമില്ലല്ലോ. ആളൊന്നും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൗ അത് ചെറുതാക്കിയിട്ട് അതിൻ്റെ അടിവശം ചൂടാവണം, എങ്കിലേ അകത്ത് കിടക്കുന്ന സാധനം ചൂടാവുള്ളൂ. അല്ലാതെ സൈഡിൽ ആകാശത്തേക്ക് തീ പോയിട്ട് എന്താ കാര്യം? ഇതെല്ലാ സ്ത്രീകൾക്കും അറിയാം, സാമാന്യ ബുദ്ധിക്ക് അറിയാം. അതുകൊണ്ട് എപ്പോഴും തീ കലത്തിനുള്ളിൽ നിർത്തും അവർ. തീ പടരുന്ന പ്രശ്നമില്ല, തീ പടരാതിരിക്കുക എന്നുള്ളത് അവരുടെയും കൂടെ ഇൻട്രസ്റ്റാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ തീ എങ്ങനെ പിടിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഇത് ഒരു സെൽഫ് ഡിസിപ്ലിന് വിടണം, അത് ഇപ്പോൾ അടുപ്പുകൾ തമ്മിൽ കൃത്യമായ അകലം പാലിക്കണം. എൻ്റെ ദൈവമേ, നടപ്പുള്ള കാര്യമാണ്. ഈ ഇത്രയും അടുപ്പുകൾ കൃത്യമായ അകലത്തിലാണോ വെച്ചിരിക്കുന്നത് നമുക്ക് പരിശോധിക്കാൻ പറ്റുമോ? ഇതൊക്കെ അന്ന് രാവിലെയാണല്ലോ അടുപ്പ് കൂട്ടുന്നത്. മാത്രമല്ല അകലം പാലിച്ചാൽ കന്യാകുമാരി എത്തുകയും ചെയ്യും.
നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സെൽഫ് ഡിസിപ്ലിൻ മാത്രമേ ഇതിൽ പോസിബിൾ ആയിട്ടുള്ളൂ. പിന്നെയുള്ളത് ഈ ആറ്റുകാൽ പൊങ്കാല ഇങ്ങനെ വർദ്ധിച്ച് വരുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്, പൊങ്കാല 365 ദിവസവും ഇടാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. കൊല്ലത്തിലൊരിക്കൽ പോരാ. ദേവിയുടെ ജന്മദിനത്തില എങ്ങനെ അതിന്റെ കണക്ക്? ദേവി കണ്ണകി മധുര ചുട്ടരിച്ചിട്ട് ഇവിടെ വരുമ്പോ ഈ കൊടുത്താണ് ശമിപ്പിച്ചത്. അതിന്റെ ഒരു ഇതായിട്ടാണ് ഈ ആ വന്ന സമയം വെച്ചിട്ട് പൊങ്കാല അർപ്പിക്കും. കണ്ണകി എന്ന് പറഞ്ഞാൽ മുലയരിഞ്ഞ് മധുര കത്തിച്ചു കളഞ്ഞ ദേവിയല്ലേ? ചിലമ്പെറിഞ്ഞ അതല്ലേ? ഇത് ഞാൻ മനസ്സിലാക്കി. പൊങ്കാല ഉത്സവം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു ഉത്സവമാണ്. തമിഴ്നാട്ടിൽ നിന്നാണ് കേരളത്തിൽ വന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കുറച്ച് തെക്കോട്ട് സഞ്ചരിക്കുക, മണ്ടക്കാട്. അല്ല, അപ്പോൾ കൊടുങ്ങല്ലൂർ ദേവി അല്ലേ അത്? അല്ല, ശരി. മണ്ടക്കാട് ക്ഷേത്രത്തിൽ മണ്ടക്കാട് ക്ഷേത്രത്തിൽ വലിയ ഷെഡുണ്ട്. 365 ദിവസവും പൊങ്കാല ഇടാം എന്നും. എന്താ അവിടെ ദേവിക്ക് അങ്ങനെ ഒരു ആചാരമാറ്റം ഇതിൽ പറ്റുമോ ആറ്റുകാലില്? ടീച്ചറുടെ നിർദ്ദേശം ആളുകൾ കേൾക്കട്ടെ. സംഘാടകരും മണ്ടക്കാട്ടുനിന്ന് നാഗർകോവിലിൽ നിന്ന് നേരെ മധുരയ്ക്ക് പോവുക. മധുര വരെ പോകണ്ട. നാഗർകോവിലിൽ നിന്ന് ആറൽവായ്മൊഴി, അത് കഴിഞ്ഞ് മുപ്പന്തൽ ഒരു ദേവീക്ഷേത്രമുണ്ട്, ചെറിയ ദേവീക്ഷേത്രം. അവിടെ നിന്ന് പൊങ്കാലയിടാം, ഇരുന്ന് പൊങ്കാലയിടാം. അമ്മൂമ്മയ്ക്ക് നിലത്തിരിക്കാൻ പറ്റില്ല, കാലും മടങ്ങുന്നില്ല അമ്മൂമ്മയുടെ. അമ്മൂമ്മ എങ്ങനെ പൊങ്കാലയിടും? ആറ്റുകാലിൽ അമ്മൂമ്മയ്ക്ക് പൊങ്കാലയിടാൻ പറ്റില്ല. നാരായണമൂർത്തിയുടെ ഭാര്യ സുധാമൂർത്തി വന്ന് പൊങ്കാലയിട്ടു. എന്ത് കഷ്ടപ്പെട്ടു എന്നറിയാം. കാല് നിർത്തി, നമ്മുടെ ഇൻഫോസിസ് അവര് നിലത്ത് കാല് നീട്ടിയിരുന്നിട്ട് സൈഡിൽ പൊങ്കാലയുടെ കലം വെച്ചിട്ട് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റും. കുട്ടികളെ ഉറക്കാനായിട്ട് അമ്മമാര് കാല് നീട്ടിയിരിക്കുമല്ലോ നിലത്ത്. അങ്ങനെ ഇരുന്നു സുധാമൂർത്തി. മുപ്പന്തലിൽ സുധാമൂർത്തിക്ക് നിന്ന് പൊങ്കാലയിടാം. സുധാമൂർത്തിയുടെ മകൾക്ക് ഇരുന്നും പൊങ്കാലയിടാം. ആ ക്ഷേത്രത്തിൽ ഇരിക്കാനുള്ള സൗകര്യം, ഇരിക്കാനുള്ളവർക്ക് ഇരുന്ന് പൊങ്കാലയിടാം, നിൽക്കാനുള്ളവർക്ക് നിന്ന് പൊങ്കാലയിടാം. ചെറിയൊരു ക്ഷേത്രമാണ്, അതുകൊണ്ട് ഷെഡും ചെറുതാണ്. മണ്ടക്കാട്ട് വലിയ ഇത് അധികാരം ആർക്കാ? ഇതിന്റെ ഭരണസമിതിക്കാണോ അതോ അതിന്റെ ആചാരങ്ങളിലൊക്കെ മാറ്റം വരുത്താൻ? ആചാരം എത്രയോ എണ്ണം മാറ്റിയിരിക്കുന്നു. അല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ല ഇത്? ആറ്റുകാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ല, പ്രൈവറ്റ് ട്രസ്റ്റാണ്. ആണല്ലേ? പ്രൈവറ്റ് ട്രസ്റ്റാണ്, പ്രൈവറ്റ് അമ്പലമാണ്, ദേവസ്വം ബോർഡല്ല. എന്തായാലും നിങ്ങൾ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ്. അത് തീർച്ചയായിട്ടും ഇത് കൂടി വരികയാണല്ലോ. അപ്പോൾ അതുപോലെ പൊങ്കാല ഇടാൻ വിചാരിച്ച സ്ത്രീയെ പറ്റി ആലോചിച്ച് നോക്കുക. അവർ ആ പൊങ്കാല ദിവസം അവർക്ക് അസൗകര്യമാകുന്നു. പിന്നെ അവർ 1 വർഷം കാത്തിരിക്കണം. വേണ്ടേ? പൊങ്കാല ഇടാൻ വേണ്ടി ഓസ്ട്രേലിയയിൽ നിന്ന് ആ സ്ത്രീ കുടുംബം അടച്ച് വന്നു, മകളെയും ഒക്കെ കൂട്ടി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മകളുടെ സൈക്കിള് തെറ്റി, മകൾക്ക് അമ്പലത്തിൽ പോകാൻ പാടില്ല. അപ്പോൾ പിന്നെ എന്നാ അമ്മ പോയിട്ട് വേണ്ട, ഇനിയിപ്പോൾ അടുത്ത വർഷം നമുക്ക് വീണ്ടും വരാം. ആകെ കൂടെ സംഗതി കുഴപ്പത്തിലാവും. ഇതിനിപ്പോൾ ഞാൻ കൂട്ടത്തിൽ ടീച്ചറോട് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ സംഭവിച്ചതിനെ ഒരു ആക്സിഡന്റ് ആയിട്ട് പരിഗണിക്കുമോ, അതല്ല ഈ തീപിടുത്തത്തിന് ആർക്കെങ്കിലും ഒരു ഉത്തരവാദിത്തം എടുത്ത് കേസെടുക്കാൻ പറ്റുമോ? സർക്കാരിനെതിരെ എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല. പക്ഷെ ഞാനത് പ്യുവർ ആക്സിഡന്റ് ആയിട്ടാണ് ടി വിയിലൊക്കെ വന്നത്. പ്യുവർ ആക്സിഡന്റ് ആയിട്ടാണ്. അല്ല, മനഃപൂർവ്വം ആരും ചെയ്യില്ല എന്ന് വിചാരിക്കാം. അല്ല, ആരുടെയെങ്കിലും അനാസ്ഥ, ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ആളിൻ്റെ വീഴ്ച, അതൊന്നും കാണുന്നില്ല അതിനകത്ത്. കാരണം പ്രൊട്ടക്ഷൻ എൻവിസേജ് ചെയ്തിട്ടില്ല. ഒരു സെൽഫ് ഡിസിപ്ലിൻ അല്ലാതെ പ്രത്യേകിച്ച് ഒരു സുരക്ഷാ സംവിധാനം ആരും ഇതിൽ എൻവിസേജ് ചെയ്തിട്ടില്ല. പിന്നെ ഫയർ എഞ്ചിൻ അപ്പുറത്തിപ്പുറത്തൊക്കെ ഉണ്ടാകും, ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷെ എങ്ങനെ വരും? ശരിയാ, ഫയർ എഞ്ചിൻ അങ്ങോട്ട് കയറി ചെല്ലാൻ നിർവാഹമില്ലല്ലോ. അതിനകത്ത് വന്നൊരു നിർദ്ദേശം അതാണ്, ഒരു നിശ്ചിത ദൂരത്തെങ്കിലും ഒരു ഫയർ എഞ്ചിൻ അവിടെ പ്ലേസ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. നിശ്ചിത ദൂരത്ത് അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട്. പക്ഷെ TG പറഞ്ഞതാണ് പ്രായോഗികമായ സംഗതി. സെൽഫ് ഡിസിപ്ലിൻ ആണ് ഇതിൽ ഇത്രയും കാലം പാലിച്ചിട്ടുണ്ടല്ലോ. നിശ്ചിത ദൂരം ലക്ഷങ്ങളാണ് അവിടെ വരുന്നത്. സാർ, നിശ്ചിത ദൂരത്ത് ഫയർ എഞ്ചിൻ വെച്ചാലും അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. പിന്നെ TG പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ജലപീരങ്കി കൊണ്ടുവന്നിട്ട് വെള്ളം ചീറ്റിക്കാൻ പറ്റുമോ? എങ്ങോട്ടാണെന്ന് പറഞ്ഞ് ചീറ്റിക്കും. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഞാൻ പറയുന്നത് ഇത് റീഡിസൈൻ ചെയ്തിട്ട്
365 ദിവസവും അവിടെ ക്ഷേത്രത്തിൽ ഷെഡിനുള്ള സൗകര്യമുണ്ട്. പെർമനൻറ്റ് ഷെഡ് ഇട്ട് വയ്ക്കുക. 365 ദിവസവും സ്ത്രീകൾ പൊങ്കാലയിടട്ടെ. അതെ അതെ, നിങ്ങൾ ഈ പറഞ്ഞതിൽ കൂടുതൽ ആൾക്കാർക്ക് പൊങ്കാലയിടാനും പറ്റും. ദേവിക്കും സന്തോഷമാകും, സമൂഹത്തിനും സന്തോഷമാകും. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫയർ എഞ്ചിനും അവിടെ കൊണ്ടുപോയി നിർത്താൻ വെക്കാനും പറ്റും. പക്ഷെ സംഭവിക്കാൻ പോകുന്നൊരു മഹാദുരന്തം ഞാൻ പറയാം. ആറ്റുകാൽ പൊങ്കാല ഒരു വാർത്തയല്ലാതായി തീരും. അതെ, അതിലൊരു ബിസിനസ് കൂടിയില്ലേ സാർ? ഈ ഇത്രയും പേര് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അമ്പലത്തിന്റെ ഒരു പ്രശസ്തി, അല്ലെങ്കിൽ അത് എത്തുന്ന ഒരു ബിസിനസ്സും കാര്യം, അത് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇതൊരു ബിസിനസ്സായിട്ട് തന്നെ കണ്ടു. അങ്ങനെ കണ്ടാൽ പോലും മണ്ടയ്ക്കാട്ടമ്മയാണ് ആറ്റുകാലമ്മയേക്കാൾ പണക്കാരി. മനസ്സിലായി? 365 ദിവസവും പൊങ്കാല ഇടിക്കുന്ന മണ്ടക്കാട്ടമ്മയ്ക്കാണ് വരുമാനം കൂടുക. നിങ്ങൾ ഈ മണ്ടക്കാട്ട് മുപ്പന്തലൊക്കെ പോയി നോക്കുക. പക്ഷെ അതിൽ ടി ജി ചോദിച്ചൊരു ചോദ്യം വളരെ പ്രധാനമാണ് കേട്ടോ. രണ്ടിടത്ത് ഞാൻ പോയിട്ടുണ്ടല്ലേ? ആ, അത് ശരി. ഇനി ഒരു കാര്യം അല്ല, എനിക്ക് തന്നെ കൂടി വെച്ച് കഴിക്കാം. ആണോ? അത് ശരി. ടി ജി പറയുന്ന ഒരു ആൻസർ അതിനകത്ത് ഈ പറഞ്ഞ ചോദ്യത്തിനുണ്ട്. കാരണം വാർത്താമാധ്യമങ്ങൾക്ക് വേണ്ടിയാണോ ഒരു ആരാധന? അല്ലല്ലോ. ദേവിക്ക് വേണ്ടിയാണെങ്കിൽ അത് മാധ്യമങ്ങളിൽ കൊല്ലത്തിൽ ഒരു ദിവസം വന്നിട്ട് കോളം നിറക്കേണ്ട കാര്യമില്ല. എന്നും ചെയ്യാം, നമ്മുടെ സൗകര്യം പോലെ സ്വസ്ഥമായി പോയി ചെയ്യാൻ പറ്റിയ. പക്ഷെ അത്തരം ചിന്തകളൊക്കെ, ഈ ആചാര ലംഘനത്തെക്കുറിച്ചൊക്കെ ടി ജി എത്രയോ കാലമായിട്ട് പറയുന്നുണ്ട് ശബരിമലയിൽ പോലും. അത് അംഗീകരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവുമോ എന്നാണ് ഒരു പൊതുരംഗത്ത് നമുക്ക് ചോദിക്കാം. ആചാരം എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ നിങ്ങൾക്ക് തന്നെ ഈ ആചാരം നടത്താൻ പറ്റാത്ത അവസ്ഥയാണ്. അതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ അവസ്ഥ. ഇത് സ്ലോലി സാറ് നോക്ക്, തൃശ്ശൂർ പൂരത്തിന് ഇത് സംഭവിക്കുന്നു. ആൾക്കൂട്ടം വലുതായി വരുന്നു, പബ്ലിസിറ്റി കൂടുതലായിട്ട് വരുന്നു. ശബരിമല മകരവിളക്ക് ലൈവായിട്ട് കാണിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ പ്രശസ്തി വർദ്ധിക്കും, ആൾക്കാർ കൂടുതൽ. ഇതിൻ്റെ കൂടെ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ചോറ്റാനിക്കര മകം കുറഞ്ഞ ആളൊന്നുമല്ല കൂടുന്നത്. ചോറ്റാനിക്കര മകം താമസിയാതെ ലൈവാകും. തൊട്ടടുത്ത് ഗുരുവായൂർ ഏകാദശി ലൈവാകും. ഇതൊക്കെ ലൈവ് ആകും തോറും ആൾക്കൂട്ടം കൂടി. മാധ്യമ വ്യാപാരം കൂടിയാണത്. 1 രൂപയ്ക്ക് ഷൂ കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി ചാവാൻ തയ്യാറായി. അത് മാത്രമല്ല, അവർ TV ഉപയോഗിച്ചില്ല, ഫേസ്ബുക്ക് റീൽസ് വഴിക്കുള്ള പരസ്യമാണ് അവരുടെ. സോഷ്യൽ മീഡിയയിലെ പവർ സാർ നോക്ക്, സോഷ്യൽ മീഡിയയുടെ റീച്ചും പവറും ഭീകരമാണ്. ഞാൻ ആദ്യം ഞെട്ടിപ്പോയത് ആ തൊപ്പി എന്ന് പറഞ്ഞൊരു പയ്യൻ, മനോരോഗി. അവനെ കാണാൻ എത്ര പിള്ളേരെ 13 മുതൽ 15 വയസ്സുള്ള സ്കൂൾ പിള്ളേര് തൊപ്പിക്ക് ഭ്രാന്ത് പിടിച്ച്. അപ്പോഴാണ് ഞാൻ അന്വേഷിക്കുന്ന ആരുടെ ഈ തൊപ്പി. ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയുടെ റീച്ച്. അത് ചെയ്യുന്തോറും ഇത് കൂടി വരും. എന്തായാലും ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയിൽ ഒറ്റപ്പെട്ട സംഭവമായി ഈ കൊല്ലം ഒരു മരണം നടന്നിരിക്കുന്നു. തീപിടുത്തം ആണ് അത്. ഇനി പക്ഷേ ആവർത്തിക്കാതിരിക്കാൻ എന്ത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട കാര്യം, ആറ്റുകാൽ പൊങ്കാലയിൽ ഉണ്ടായ ഒരു യാദൃച്ഛികമായ അപകടത്തെ ഹൈലൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാല അപകടം ഉണ്ടാക്കുന്നു എന്ന് സ്ഥാപിക്കുകയൊന്നുമല്ല. മറിച്ച് ഇനി അത് സംഭവിക്കാതിരിക്കാൻ എന്താണ് വഴി? നല്ല നിർദ്ദേശങ്ങളാണ് രീതി മുന്നോട്ട് വെച്ചത്. ബന്ധപ്പെട്ടവർ കേൾക്കട്ടെ, അല്ലെ? ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യണം തോന്നിയാൽ ഭാവിയിൽ അപകടങ്ങൾ വരാതെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാനുള്ള സൗകര്യങ്ങൾ എങ്ങനെയെന്ന് പ്രായോഗിക ചിന്ത എല്ലാവരുടെയും മനസ്സിൽ വരട്ടെ. ടി ജി പറഞ്ഞു വന്നപ്പോൾ ശരിയാണ്, പൊതുവെയുള്ള ഒരു വികാരം ഇപ്പോൾ ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല, ഗവൺമെന്റിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായാവസ്ഥയുണ്ട്. സെൽഫ് ഡിസിപ്ലിൻ മാത്രമാണ് മാർഗം, അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ ബന്ധപ്പെട്ടവരും കൂടി, ഈ പറഞ്ഞ ആ ക്ഷേത്രത്തിന്റെ ഭാരവാഹികളും ബന്ധപ്പെട്ടവരും ഇത് ആചാരം നിശ്ചയിക്കുന്നവരും ഒക്കെ കൂടി ആലോചിച്ചാൽ ഭാവിയിൽ, അതാണ് ടി ജി പറഞ്ഞത്, ഇത് ഇന്നല്ലെങ്കിൽ നാളെ ആർക്കും താങ്ങാനാവാത്ത തരത്തിലേക്ക് ഈ ജനപങ്കാളിത്തം കൂടി വരിക. ലക്ഷങ്ങളുടെ കണക്ക് പോലും ഇപ്പോൾ ആരുടെയും കയ്യിലില്ല. എത്ര ലക്ഷങ്ങൾ എന്ന് എല്ലാവരും പറയുന്നുള്ളൂ. അപ്പൊ അത് ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ, അല്ലേ? തീർച്ചയായിട്ടും നമുക്ക് അടുത്ത പൊങ്കാലയ്ക്ക് മുമ്പെങ്കിലും അവരൊരു തീരുമാനം എടുക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.